ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീക്വൻസ് എന്താണെന്നും സീക്വൻസിന്റെ ലിമിറ്റ് എന്താണെന്നും പറഞ്ഞു. അപ്പോൾ ഒരു സീക്വൻസ് AN കൺവേർജസ് ടു L എന്ന് പറയണമെങ്കിൽ ആ സീക്വൻസിന്റെ ലിമിറ്റ് ആയിരിക്കണം L. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി AN L ആണെങ്കിൽ we can say that AN converges to L. അപ്പോൾ ANന്റെ ലിമിറ്റ് L ആവണത് എപ്പോഴാണ് നമ്മൾ കണ്ടതാണ്. ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n such that mod AN minus L is less than epsilon for all n greater than or equal to n. ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0. ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഈ കേസിൽ നമുക്ക് പറയാം 1/n അല്ലെങ്കിൽ സീക്വൻസ് 1/n കൺവേർജസ് ടു 0. ക്ലിയർ? ഇതാണ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഒരു സീക്വൻസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആ സീക്വൻസ് കൺവേർജന്റ് ആണ്. അപ്പൊ ഒരു സീക്വൻസിന് ലിമിറ്റ് ഇല്ലെങ്കിലോ, ഇഫ് സീക്വൻസ് AN has no limit, that is limit n tending to infinity AN does not exist. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സീക്വൻസ് AN ഡൈവേർജസ്. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഒരു സീക്വൻസ് കൺവേർജന്റ് എന്ന് പറയണമെങ്കിലോ അല്ലെങ്കിൽ കൺവേർജസ് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം, ഒരു ഫൈനൈറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കും, L എന്ന് പറയുന്ന ഒരു നമ്പർ. ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല, അതായത് ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് അയാൾ ടെൻഡ് ചെയ്യണില്ലെങ്കിൽ, അതായത് AN ഡസ് നോട്ട് കൺവേർജസ് ടു എനി നമ്പർ L, we say that AN diverges or AN is a divergent sequence. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. Write the first 6 terms of the sequence AN equal to n/n+1. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്തത് തന്നെയാണ് ഈ ടൈപ്പിലുള്ള പ്രോബ്ലം. അപ്പൊ ഇവിടെ AN എന്ന് പറയുന്നത് n/n+1 ആണ്, where n equal to 1, 2, 3 etc. So first 6 terms എന്ന് പറയുമ്പോൾ first term is A1, n ന് 1 കൊടുത്താൽ മതി. You will get 1/1+1, that is 1/2. സെക്കൻഡ് ടേം ആരാണ്? A2 is n ന് 2 കൊടുക്കണം അല്ലേ, 2/2+1. So you will get it as 2/3. Similarly, you can find A3, A4, etc., A6 or more terms. അപ്പോൾ നമ്മളോട് A6 വരെ കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ആൻസർ ആയി. A6 എന്ന് പറയുമ്പോൾ എന്താ വരിക? n ന് 6 കൊടുത്താൽ മതി. You will get 6/7. Now represent the sequence graphically in 2 ways. രണ്ട് വേയിൽ ഈ സീക്വൻസിനെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യാം. ഇന്നലെ നമ്മൾ ചെയ്തത് തന്നെയാണ്. സപ്പോസ് ദിസ് ഈസ് ദി പോയിന്റ് 0. ഈ പോയിന്റ് 0 എന്ന് വിചാരിക്കാം. This is 0. So first term of this 0 and this is 1. ഇത് 1 ആണ്. Similarly ഇവിടെ 2 ഉണ്ട്, പുറത്ത് -1 etc. ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് എന്താ? 1/2 ആണ്. That is midpoint of 0 and 1. This is the first term of the sequence. What is the second term of the sequence? Second term of the sequence is 2/3. അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.66 സംതിങ് വരും. സോ സംവെയർ ഹിയർ. നെക്സ്റ്റ് ടേം എന്തായിരിക്കും? A3 എന്ന് പറയുമ്പോൾ എന്താ വരിക? 3/4 എന്ന് പറഞ്ഞാൽ 0.75 ഇവിടെ ഇട്ട് വരും. അടുത്ത ടേം അതേപോലെ അതിന്റെ അപ്പുറത്ത് വരും, എക്സെട്ര. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഈ സീക്വൻസ് എപ്പോഴെങ്കിലും 1ലേക്ക് എത്തുമോ? ഈ സീക്വൻസിന്റെ ഏതെങ്കിലും ഒരു ടേം 1ലേക്ക് എത്തും? വേണമെങ്കിൽ നമുക്ക് A1000 എടുത്ത് നോക്കാം. 1000 ടേം എന്താ വരിക? 1000/1001 ശരിയല്ലേ? 1000+1 അല്ലേ? n+1 ആണ്. ദാറ്റ് ഈസ് 1000/1001. അതും എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഈ സീക്വൻസിലെ എല്ലാ ടേംസും ലെസ് ദാൻ 1 ആണ്. എന്തുകൊണ്ടാ? സീക്വൻസിന്റെ ടേംസ് n/n+1 ആണ്. ഡിനോമിനേറ്റർ ആണ് വലിയ ടേം, ശരിയല്ലേ? n-നേക്കാളും വലിയ ടേം ആണ് n+1. അപ്പൊ n/n+1 എന്തായിരിക്കും? ലെസ് ദാൻ 1. അപ്പൊ ഈ സീക്വൻസിന്റെ ടേംസുകൾ ഒരിക്കലും എവിടേക്ക് എത്തണില്ല? 1ലേക്ക് എത്തണില്ല. ബട്ട് ദേ ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1.
അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും an കൺവേർജസ് ടു 1. കാരണം ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും സീക്വൻസിന്റെ ടേംസ് 1 അടുത്തേക്ക് ഇരിക്കുകയാണ്, പക്ഷെ 1 ആവണില്ല ഒരിക്കലും. അപ്പൊ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് സീക്വൻസ് എടുക്കണ വാല്യൂ ആവണം നിർബന്ധമില്ല. എന്തായാൽ മതി, an എവിടേക്കാണോ ടെൻഡ് ചെയ്യണത് അയാളെയാണ് നമ്മൾ എന്ത് പറയണത്, ലിമിറ്റ് എന്ന് പറയണത്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ രണ്ട് രീതിയിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി അടുത്ത റെപ്രസെന്റേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യൂഷ്വൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കാം. ഓക്കെ, നൗ ഫസ്റ്റ് ടേം എന്തായിരുന്നു, a1 ആണ്. അപ്പൊ നമുക്ക് ഈ ഇവിടെ 1 2 3 എന്ന് മാർക്ക് ചെയ്യാം, ടേംസുകളെ മാർക്ക് ചെയ്യാം. ഇത് n വാല്യൂസ് ആണ്, ഇതാണ് an വാല്യൂസ്. അപ്പൊ ഇതാണ് a1, അല്ലെങ്കിൽ ഇതാണ് a വാല്യൂസ് ഒക്കെ ഈ ആക്സിസിലാണ് നമ്മൾ എഴുതാൻ പോണത്. സോ ഫസ്റ്റ് ടേം n-ന് 1 കൊടുക്കണം. n-ന് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടിയത്, 1/2. സോ വെൻ n ഈക്വൽ ടു 1, ഇത് ഇവിടെ n ആണ്, n ഈക്വൽ ടു 1, വാല്യൂ ഈസ് 1/2. 1/2 എന്ന് പറയുമ്പോൾ എവിടെ വരും, സംവേർ ഹിയർ. ഈ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ ഇത് 1 2 3 എന്ന് എടുക്കാം, ഇവിടെ പകുതിയായിട്ട് വരും. സോ ദിസ് ഈസ് ദ പോയിന്റ്. അടുത്തതോ n2 കൊടുക്കുമ്പോൾ, അതായത് സെക്കൻഡ് ടേം എന്തായിരുന്നു, സെക്കൻഡ് ടേം വാസ് 2/3. 2/3 മീൻസ് ഇതിനേക്കാൾ കുറച്ച് മുകളിലൊരു ടേം. ഓക്കെ, അടുത്തത് n-ന് 3 കൊടുക്കാം. n-ന് 3 കൊടുക്കുമ്പോൾ a3 വാല്യൂ വാസ് 0.75 അല്ലേ, ഇവിടെ മനസ്സിലായോ ഇതെങ്ങനെ കൊടുക്കണത്. അടുത്ത ടേം ഇതേപോലെ വരും. അപ്പൊ ഒരിക്കലും ഈ 1 എന്ന് പറയുന്ന ലൈനിനെ എക്സീഡ് ചെയ്തിട്ട് ഈ സീക്വൻസിന്റെ പോയിന്റ്സ് ഇങ്ങനെയൊന്നും പോകുന്നില്ല. എവിടെ മാത്രമേ വരുന്നുള്ളൂ, 1-ന് താഴെ. അടുത്ത ടേം അഗൈൻ ഗെറ്റിംഗ് ക്ലോസർ ടു 1. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ ഇത് നമുക്ക് ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും സീക്വൻസ് എവിടേക്കാ പോകുന്നത്. അതിനെ തന്നെയാണ് എന്ത് പറയണത്, ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ n/n+1 ലിമിറ്റ് കാണാൻ വേറൊരു ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്യാണ്. an ഈക്വൽ ടു n/n+1 ആണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി n/n+1 is equal to ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n/n അല്ലെ, സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം, n/n, and this is n+1/n. that is equal to limit n tending to infinity, n/n is 1 divided by n+1/n. എന്താ വരിക, n+1/n നെ നമുക്ക് എങ്ങനെ എഴുതാം, n/n plus 1/n. okay, so n/n is 1, so this is 1 plus 1/n. that is equal to 1 by limit n tending to infinity 1 plus 1/n. that will give you 1/1 plus 1/n ന്റെ ലിമിറ്റ് 0 നമ്മൾ ഇന്നലെ കണ്ടതാണ്. so this you will get it as 1. അപ്പൊ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലിമിറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an/bn is equal to ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an/limit n ടെൻഡിങ് ടു ഇൻഫിനിറ്റി bn. അതായത് ഫംഗ്ഷന്റെ കേസിൽ ലിമിറ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ് ഓഫ് f പ്ലസ് ജി ഈക്വൽ ടു അല്ലെ, ലിമിറ്റ് ഓഫ് f പ്ലസ് ജി ഈക്വൽ ടു ലിമിറ്റ് f പ്ലസ് ലിമിറ്റ് ജി, അതേപോലെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ, ഇതെല്ലാം നമ്മൾ അവിടെ പഠിച്ചതാണ്. ആ കാര്യങ്ങളൊക്കെ സീക്വൻസിന്റെ കേസിലും ട്രൂ ആണ്. അപ്പോൾ an-ഉം bn-ഉം രണ്ട് സീക്വൻസ് ആണെങ്കിൽ ലിമിറ്റ് ഓഫ് an/bn എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് an/ലിമിറ്റ് ഓഫ് bn ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് ഓഫ് an പ്ലസ് bn, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an പ്ലസ് bn എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an പ്ലസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി bn ആണ്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/n എഴുതാം. 1ന്റെ ലിമിറ്റ് 1 തന്നെയാണ്,
കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, അടുത്തത് 0 ആണ്. സോ ദിസ് ഈസ് 1 by 1, that will give you 1. Clear? Next we can do some another problem. Limit n tending to infinity n square plus 1 by 3n square plus n. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? ഇതും നമുക്കറിയാം, ലിമിറ്റ് 1 by n 0 എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ, ശരിയല്ലേ? ലിമിറ്റ് ഓഫ് n tending to infinity 1 by n is 0. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n tending to infinity n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദാറ്റ് വിൽ ഗീവ് യു n സ്ക്വയർ പ്ലസ് 1 ബൈ n സ്ക്വയർ. ന്യൂമറേറ്ററിനെ n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററിനെ n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? ദിസ് വിൽ ബിക്കം ലിമിറ്റ് n tending to infinity 1 plus 1 by n square divided by 3 plus 1 by n. ശരിയല്ലേ? Now by properties of limit, this can be written as limit n tending to infinity 1 plus 1 by n square divided by limit n tending to infinity 3 plus 1 by n. Now again by properties of limit, this can be written as limit n tending to infinity 1 plus limit n tending to infinity 1 by n square divided by limit n tending to infinity 3 plus limit n tending to infinity 1 by n. So this will give you n ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കോട്ടെ, എവിടേക്ക് വേണമെങ്കിൽ പോയിക്കോട്ടെ, ഇത് 1 ആണ്. അപ്പൊ ഇതിൽ n എന്ന് പറഞ്ഞൊരു നമ്പർ ഇല്ല. അപ്പൊ 1ന്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 1 by n സ്ക്വയറിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. 1 by n തന്നെ 0യിലേക്കാണ് പോണത്. 1 by n-ന്റെ ടേംസ് എന്തായിരുന്നു? 1, 1 by 2, 1 by 3 എക്സെട്ര. 1 by n സ്ക്വയറിന്റെ ടേം എന്താണ്? 1, 1 by 4, 1 by 9 എക്സെട്ര. ഇതും എവിടേക്കാണ് പോണത്? ടേംസ് ചെറുതായി 0യിലേക്കാണ് പോണത്. ഓക്കെ, ഇനി അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേറെ രീതിയിൽ ലിമിറ്റ് 1 by n സ്ക്വയറിന്റെ ലിമിറ്റ് 0 എന്ന് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ലിമിറ്റ് n tending to infinity 1 by n square can be written as limit n tending to infinity 1 by n into 1 by n. ഇങ്ങനെ എഴുതട്ടെ 1 by n സ്ക്വയറിനെ. Then by properties of limit, you have limit n tending to infinity 1 by n into limit n tending to infinity 1 by n. This will give you 0. So 1 by n square limit 0 ആണ്. So 1 plus 0 by limit of 3 is 3 plus 1 by n limit is again 0. So this will give you 1 by 3. Clear? Now example B you can verify. Now limits of powers. Limit n tending to infinity Rn is infinity if R value is greater than 1. That means limit n tending to infinity, if you are taking a number greater than 1, that is like 2, 3 or 2.5 etc. raised to n, this will give you infinity. And next one is limit n tending to infinity 1 raised to n, that will be 1. അതായത് r 1 ആകുമ്പോൾ ലിമിറ്റ് വാല്യൂ 1 ആണ്, r ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ലിമിറ്റ് വാല്യൂ ഇൻഫിനിറ്റി ആണ്, ആൻഡ് r ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 0 ആണെങ്കിൽ ലിമിറ്റ് വാല്യൂ വിൽ ബി 0. ദാറ്റ് ഈസ് ലൈക്ക് 1 by 2 raised to n എക്സെട്ര. ഇത് 0 ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായി എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് r ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഈ സീക്വൻസിന്റെ ടേം ഈ വാല്യൂസ് എവിടേക്കാണ് പോണത്? ഫസ്റ്റ് വാല്യൂ n-ന് 1 കൊടുക്കുമ്പോൾ 2 ആണ്, അടുത്തത് 2 സ്ക്വയർ ആയി, അടുത്ത് 2 ക്യൂബ് ആയി, അടുത്ത് 2 raised to 4 ആയി. So these numbers are getting bigger and bigger and they are going to infinity. Now if r equal to 1, this is like 1, 1 square,
വൺ ക്യൂബ് എക്സെട്ര. പക്ഷേ 1ഉം 1 സ്ക്വയറും 1 ക്യൂബ് എല്ലാം എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ ദിസ് കൺവേർജസ് ടു 1 itself. And what happens if r is less than 1? This will be of the form like 1/2, 1/2 whole square, etc. അപ്പൊ ഇവിടെ ന്യൂമറേറ്റർ എപ്പോഴും 1 ആണ്, ശരിയല്ലേ? 1/2 ആണ്, അടുത്ത ടേമിൽ 1/4 ആയി, അടുത്ത ടേമിൽ 1/9 ആയി, എക്സെട്ര. ന്യൂമറേറ്റർ എപ്പോഴും 4 ആണ്. ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോറി, 1/8, 2 ക്യൂബ് അല്ലേ, എക്സെട്ര. സോ ഡിനോമിനേറ്റർ ആണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 1/n എന്ന് പറയണ സീക്വൻസ് പോലെയായിരുന്നു. ആദ്യം 1/1 ആണ്, പിന്നെ 1/2 ആണ്, പിന്നെ 1/3 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ വലുതാവുമ്പോൾ സീക്വൻസ് എവിടേക്കാണ് കൺവേർജ് ചെയ്യുക? 0ലേക്കാണ് കൺവേർജ് ചെയ്യുക. സോ ഇയാളും ഇവിടെ 0ലേക്കാണ് കൺവേർജ് ചെയ്യുക. അപ്പൊ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെക്കുക. ലിമിറ്റ് ഓഫ് r റേസ് ടു n, എനി നമ്പർ റേസ് ടു n ന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് ഇഫ് r ഗ്രേറ്റർ ദാൻ 1, 1 തന്നെ ആയിരിക്കും ഇഫ് r ഈക്വൽ ടു 1, ആൻഡ് 0 ഇഫ് r ഇൻ ബിറ്റ്വീൻ 0 and 1. ഓഫ് കോഴ്സ് 0യിലും ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം ജസ്റ്റ് ചെയ്തു നോക്കാം. ഫൈൻഡ് ലിമിറ്റ് n tending to infinity 3 raised to n. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെച്ചാൽ എന്താ വരിക? n ഇൻഫിനിറ്റിയിലേക്ക് മുമ്പ് 3 raised to n എവിടേക്കാ പോകുന്നതാണ് ചോദിക്കുന്നത്. 3 raised to n ആണ് ഇവിടുത്തെ സീക്വൻസ്. ഇവിടുത്തെ an എന്താണ്? 3 raised to n ആണ്. സോ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് a1 എന്ന് പറയുന്നത് 3 ആണ്. സെക്കൻഡ് ടേം a2 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 9. a3 എന്ന് പറയുന്നത് 3യുടെ ക്യൂബ് ആണ്, ദാറ്റ് ഈസ് 27. അടുത്ത് a4 എന്ന് പറയുന്നത് 3 raised to 4 ആണ്, ദാറ്റ് ഈസ് 81, എക്സെട്ര. അപ്പൊ ഇത് നമ്മൾ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈനിൽ റെപ്രസെന്റ് ചെയ്താൽ തന്നെ ഫസ്റ്റ് ടേം 3 ആണ്. സോ 1, 2, 3 ഇവിടെയാണ് ഫസ്റ്റ് പോയിന്റ് വരിക. അടുത്ത പോയിന്റ് എവിടെ വരുന്നത്? 9 ആണ്, സംവേർ ഹിയർ അല്ലെ, കുറെ ദൂരമായിട്ടാണ് വരുന്നത്. പിന്നത്തെ ലൈൻ എവിടെ വരുന്നത്? 27ലാണ്, പിന്നെ 81 ആണ്. സോ ദിസ് ഈസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ലിമിറ്റ് ഓഫ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി r റൈസ് ടു n ഈസ് ഇൻഫിനിറ്റി വെൻ r ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഇവിടുത്തെ r എത്രയാണ്? ഇവിടെ r എന്ന് പറയുന്ന നമ്പർ 3 ആണ്. സോ ഇവിടുത്തെ ലിമിറ്റ് എന്തായിരിക്കും? ദിസ് ഷുഡ് ബി ഇൻഫിനിറ്റി. അതായത് അയാൾക്കൊരു ഫൈനൈറ്റ് ലിമിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സീക്വൻസ് an ഈസ് ഡൈവേർജന്റ്. ക്ലിയർ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സീക്വൻസിനെ നമ്മൾ പറയുന്ന പേരാണ് കൺവേർജന്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ സീക്വൻസിനെ പറയുന്ന പേരാണ് ഡൈവേർജന്റ്. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഫൈൻഡ് ലിമിറ്റ് n tending to infinity e raised to minus n. സോ ഇവിടുത്തെ സീക്വൻസ് an എന്ന് പറയുന്നത് e raised to minus n ആണ്. സോ ഫസ്റ്റ് ടേം എന്തായിരിക്കും? a1, n-ന് 1 കൊടുത്താൽ e raised to minus 1. സെക്കൻഡ് e raised to minus 1 എന്ന് പറഞ്ഞാൽ 1/e അല്ലേ. നെക്സ്റ്റ് ടേം ഈസ് a2, ദാറ്റ് ഈസ് e raised to minus 2 or 1/e square, എക്സെട്ര. ഒരു a10 എടുത്താൽ എന്താ വരിക? e raised to minus 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/e raised to 10. അപ്പൊ ഈ സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്ന നോക്കാം. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് നമ്മുടെ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി r raised to n ന്റെ കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യാം. This can be written as limit n tending to infinity 1/e all raised to n. ശരിയല്ലേ? e raised to minus n എങ്ങനെ എഴുതാം? 1/e all raised to n എന്ന് എഴുതാം. സോ ഇവിടുത്തെ r ഏതാണ്? r എന്ന് പറയുന്നത് 1/e ആണ്. What is the value of 1/e? ഈ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. ശരിയല്ലേ? ഈ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി 2.7 സംതിങ് ആണ്. അപ്പൊ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് 1/e വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. സോ ഇൻ ദിസ് കേസ് r വാല്യൂ ഈസ് ലെസ് ദാൻ 1, then the limit value will be what? 0, because limit n tending to infinity r raised to n equal to 0 if 0 less than or equal to r less than 1.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സീക്വൻസിന്റെ ലിമിറ്റും അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളും. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് ഓഫ് സീക്വൻസസ് എന്ന് പറഞ്ഞിട്ടൊരു കുറെ ഫോർമുലാസ് കാണാം. ആ ഫോർമുലാസ് നിങ്ങൾ നോക്കുക. അത് ഇതിനു മുന്നേ നമ്മൾ പഠിച്ച ഫംഗ്ഷൻസിന്റെ ലിമിറ്റിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ്. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an പ്ലസ് ബി എൻ എന്ന് പറയുന്നത് ലിമിറ്റ് an പ്ലസ് ലിമിറ്റ് ബി എൻ. അതുപോലെ തന്നെ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി c ഇൻറ്റു an എന്ന് പറയുന്നത് c പുറത്തേക്ക് എടുത്ത് c ഇൻറ്റു ലിമിറ്റ് an എന്ന് എഴുതാം. ലിമിറ്റ് ഓഫ് an ഇൻറ്റു ബി എന്നിനെ നമുക്ക് ലിമിറ്റ് an ഇൻറ്റു ലിമിറ്റ് ബി എൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ വന്നപ്പോൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ.